إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فمن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ മീഡിയകളൊക്കെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന നമ്മളേക്ക് ഞെട്ടിച്ച് കളഞ്ഞ ഒരു വാർത്ത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് 2 പേരെ ഒന്നിച്ചു കൊന്നുകളഞ്ഞ ഒരു സംഭവം. ഈ കൊലയാളി, കൊന്നുകളഞ്ഞ പ്രതി, നേരത്തെ ഒരാളെ കൊന്ന് 4 വർഷം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് പരോളിലിറങ്ങി പുറത്തു വന്ന് ആ നേരത്തെ കൊന്ന ആളുടെ അമ്മയെയും ഭർത്താവിനെയും ഒക്കെ ഈ തവണ കൊന്നു. ഈ കൊലപാതകം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഞെട്ടുന്ന വാർത്ത അല്ലാതായി മാറിയിട്ടുണ്ട്. ഈ ജനുവരി മാസത്തിൽ തന്നെ എത്ര കൊലപാതകങ്ങൾ നടന്നു എന്നാലോചിച്ച് നോക്കുക. നമ്മുടെ പത്രങ്ങളിൽ നിന്നും മീഡിയയിൽ നിന്നൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. ഒരു ഞെട്ടാൻ മാത്രം ഇപ്പോൾ ആളുകൾക്ക് തയ്യാറില്ലാത്ത വിധം സാധാരണമായി കഴിഞ്ഞ കൊലപാതകമായി കഴിഞ്ഞു. അങ്ങനെ പക്ഷേ ഈ കൊലപാതകം ആ രീതിയിലല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് പ്രേരണയായി മാറിയത് ഈ കൊലയാളിക്ക് അയാളുടെ ഭാര്യയും കുടുംബവുമൊക്കെ തെറ്റിപ്പോയി, പിണങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് തെറ്റിപ്പോയി. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം, ഒരു കൂടോത്ര വിദഗ്ധൻ, ഈ ഏർപ്പാടുകളൊക്കെ നടത്തുന്ന ആളുകൾ, അയാൾ പറഞ്ഞു, തൊട്ട അയൽപ്പക്കത്തുള്ള ഒരു മുടി നീണ്ട സ്ത്രീ, അങ്ങനെയാണ് പറഞ്ഞത്, അവർ കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഇയാൾ അവളെ കൊന്നുകളഞ്ഞു, ജയിലിൽ പോയി. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി അവളുടെ ഭർത്താവിനെയും അമ്മയൊക്കെ വീണ്ടും കൊന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ. ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ കണികന്മാരോ കണക്ക് നോക്കി പറയുന്നവരോ, അല്ലെങ്കിൽ ഈ കൂടോത്രവും അതുപോലെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്.
ഈ ഏർപ്പാടുകളൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ആളെ കൊല്ലുക, അത്ര വലിയ വിശ്വാസമായിട്ടത് കൊണ്ടു നടക്കുക, വളരെ പരിതാപകരമാണ് നമ്മളുടെ അവസ്ഥ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ ഒരു സ്ഥലത്ത് മീഡിയകളൊക്കെ വലിയ കവറേജ് കൊടുത്ത് വന്നൊരു വാർത്തയാണത്. 22-27 വയസ്സുള്ള 2 പെൺകുട്ടികളെ, സഹോദരിമാരെ, നല്ല അഭ്യസ്ത ബിരുദാനന്തര ബിരുദമുള്ള 2 പെൺകുട്ടികളെ അവരുടെ അച്ഛനും അമ്മയും ചേർന്ന് പൂജാമുറിയിലിട്ട് തലക്കടിച്ചു കൊന്നു. അച്ഛൻ PhD ഉള്ള കോളേജ് പ്രൊഫസറാണ്, പ്രിൻസിപ്പലാണ്. അമ്മ BSc ഡോക്ടറേറ്റ് മാത്സിൽ BSc ഉള്ള ഗോൾഡ് മെഡൽ ജേതാവാണ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. 2 പേരും കൂടി ഈ ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള 2 പെൺകുട്ടികളെ പൂജാമുറിയിലിട്ട് തലക്ക് അടിച്ചു കൊന്നു. അവരെ ഈ കൂടോത്ര വിദഗ്ധൻ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് ചില ലക്ഷണങ്ങളൊക്കെ ചേരാൻ നല്ലതാണ്, മരിക്കില്ല, തിരിച്ചു വരുമെന്നാണ്. നോക്കി, ഈ അഭ്യസ്ത വിദ്യർ എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്യുന്നതാണിത്. ഇങ്ങനെ ഡസൻ കണക്കിന് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ നടക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ധാരണയും വിശ്വാസവും ഒക്കെ? മനുഷ്യനെ ഏതെങ്കിലും തരത്തിലുള്ള മൂഢവിശ്വാസങ്ങൾ, നമ്മൾ അന്ധവിശ്വാസം എന്നാ പറയാം, ഒരു തരം മൂഢവിശ്വാസങ്ങൾ പിടികൂടിക്കഴിഞ്ഞാൽ അയാൾ എന്തും ചെയ്യും. മക്കളെ അറുത്തു കൊല്ലുന്ന സംഭവങ്ങളുണ്ട്. ജനിച്ച കുഞ്ഞിനെ ഇപ്പോഴിതാ കിണറ്റിലിട്ട് കൊന്നിരിക്കുന്നു. ഇതൊക്കെ ഏതെങ്കിലും ജ്യോത്സ്യന്മാർ, കണികന്മാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഈ കുട്ടി ജനിക്കുന്നതും വളരുന്നതുമൊക്കെ ഈ കുടുംബത്തിന് നാശമാണ്, കൊന്നുകളഞ്ഞാൽ ഐശ്വര്യമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ധാരണയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നു. എന്താ ഇതിൻ്റെ അവസ്ഥ? ഇസ്ലാം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും നമ്മുടെ ഈ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് ചെയ്യാൻ സർവശക്തനായ അള്ളാഹുവിനല്ലാതെ കഴിയില്ല എന്നത് നമ്മുടെ ഉറച്ച ഈമാനാണ്, നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. ഒരു മാറ്റമില്ലാത്ത വിശ്വാസമാണ്. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. നോക്കൂ, നമ്മൾ പറയുന്ന വാക്ക് ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു വിധിച്ചതല്ലാത്തൊരു കാര്യവും ഞങ്ങൾ കേൾക്കില്ല, സംഭവിക്കില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്, രക്ഷാധികാരി. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആ അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ ഒന്നും ഞങ്ങൾ കേൾക്കില്ല, നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് ആ പറയുന്നത്. ഇത്തരം ആളുകളെ സമീപിച്ച് അവർ പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച സന്ദേശത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ച മനുഷ്യനാണ് അവൻ എന്നാണ്. എന്താ അതിന് കാരണം? അള്ളാഹുവിന് മാത്രമേ മറഞ്ഞ കാര്യങ്ങൾ പറയാനും അറിയാനും ചെയ്യാനൊക്കെ കഴിയുള്ളൂ. ഇത് ഏതെങ്കിലും കൂടോത്രക്കാർ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ പേരുകളുണ്ട്, മാട്ട്, മാരണം, കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം ജീവിതത്തിൽ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിർഭയനായിട്ട് ജീവിക്കാൻ കഴിയില്ല ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ വഫി റിവായത്തിൻ ഔ മുനജ്ജിമൻ. 3 വിഭാഗം ആളുകൾ റസൂൽ എണ്ണി പറഞ്ഞു. അന്ന് നിലവിലുണ്ടായിരുന്ന ആളുകളാണ്. അതേ ആളുകൾ വേറെ പേരുകളിൽ ഇന്ന് നിലവിലുണ്ടായിരുന്ന മലയാള പേര് നമ്മൾ പറയുന്നു. കാഹിൻ, അറാഫ്, മുനജ്ജിം. കാഹിൻ എന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ പറയുന്ന ആളെന്നാണ്. ഭാവി കാര്യങ്ങൾ കണക്ക് കൂട്ടി ഗണിച്ചെടുത്ത് ഭാവി പറയുമ്പോൾ കൈനോട്ടക്കാരൻ മുതൽ തുടങ്ങുന്നു. അത്
അങ്ങനെ ഭാവി പ്രവചിക്കുന്ന കുറേ ആളുകളുടെ ഈ നാട്ടിൽ ഒരു ഭാവിയും ഒരു സെക്കൻഡ് അപ്പുറമുള്ള ഭാവി പോലും ആർക്കും പറയാൻ കഴിയില്ല. ആ പറയുന്ന ആളുടെ ഭാവി പോലും അയാൾക്കറിയില്ല. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ഭാവി പറയുകയാണ് അയാൾ. അങ്ങനത്തെ ആളുകളെ സമീപിക്കരുത്. അറാഫ് രണ്ടാമത് പറഞ്ഞത് നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തി കൊടുക്കുന്ന ആളുകൾ. നഷ്ടപ്പെട്ട സാധനങ്ങൾ ആരെവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തി കൊടുക്കും. അങ്ങനത്തെ ആളുകൾ, അവരെ സമീപിക്കരുത്. മൂന്നാമത് പറഞ്ഞാൽ മുനജ്ജിം എന്നാണ്. മുനജ്ജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ ചലനങ്ങൾ നിരീക്ഷിച്ച് ഇവിടെ കള്ളിയും കളവും വരച്ച് ചിത്രങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടയാളപ്പെടുത്തി കവടി നിരത്തി അത് നോക്കിയിട്ട് നമ്മളുടെ ഭാവിയും ഭൂതവും ഒക്കെ പറയുന്ന ആളുകൾ എല്ലാം പറയും. അവര് ജാതകം പറയും, ജനിച്ച നാഴികയും വിനാഴികയും ഒക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ആയുഷ്കാലത്തിന്റെ അറ്റം പറഞ്ഞു തരും. അതിനിടയ്ക്ക് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തി തരും അവര്. ഇത്തരം ആളുകളെ സമീപിക്കുന്ന ആളുകൾ റസൂൽ പറഞ്ഞത് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബിക്ക് ഇറക്കിയ ഖുർആനിൽ അല്ലെങ്കിൽ ദീനിൽ അവിശ്വസിച്ച ആളുകളാണ് അവരുന്ന. ഈ ആളുകൾക്ക് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഒരു നിർഭയത്വവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഈ ആളുകൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു ബിമാ അശ്റകൂ സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു അർറുഅബ ബിമാ അശ്റകൂ ബില്ലാഹ് മാ ല യുനസ്സിൽ ബിഹി സുൽത്താന. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളുടെ മനസ്സുകളിലേക്ക് അർറുഅബ ഭയവിഹ്വലത ഇട്ടുകൊടുക്കും. സാധാരണ പേടിയല്ല, റുഅബാണ്. ഭയവിഹ്വലത അവരുടെ മനസ്സിലേക്ക് നാം ഇട്ടുകൊടുക്കും. ബിമാ അശ്റകൂ ഷിർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് മാ ല യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു ഒരു ആധികാരിക രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനൊക്കെ പേടിച്ചടക്കുന്ന ആളുകളുടെ മനസ്സിൽ അള്ളാഹു ഭയവിഹ്വലത ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നോക്കിയ ആളുകൾക്ക് പേടിയാണ്. ഏതെങ്കിലും ചെറിയ സംഗതികൾ അനക്കവും അടക്കവും ഒക്കെ സംഭവിച്ചാൽ അവർ പറയും ഇന്ന മാട്ടാണ്, മാരണമാണ്, ഇന്ന കേടാണ്, അവിടെ ചെയ്തതാണ്, ഇവിടെ ചെയ്താണ്, ഇവിടെ അതേ പ്രശ്നമാണ്. ഈ 3 കൊലപാതകത്തിന് കാരണമായത് ഒരു മുടി നീട്ടിയ പെണ്ണ് മാരണം ചെയ്താണെന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ 3 ആളുകൾ ഇനിയും കൊല്ലാൻ തീരുമാനിച്ച് നിൽക്കുകയാണ് ബാക്കിയുള്ള അംഗങ്ങളെയും കൂട്ടിലെ. ഈ തരത്തിൽ ഭയവും കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇങ്ങനെ ഒരു ഭയത്തിൻ്റെയും പ്രശ്നമില്ല. ആർക്കും നമ്മൾ ആ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ അവരുടെ ഈമാനിൽ ഒരു അനീതിയും ഒരു ഷിർക്കും കലർന്നിട്ടില്ലാത്ത ഈമാനുമായി നടക്കുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ അംനു അവർക്ക് തന്നെയാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ അവർ സന്മാർഗം പ്രാപിച്ച ആളുകളാണെന്ന്. ഈ വിശ്വാസം മനസ്സിലില്ലാതെ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അവനിൽ അർപ്പിച്ച് മുഅ്മിനുകളായി ജീവിക്കുന്ന ആളുകൾ നിർഭയരാണ്. ഒരു പേടിയുമില്ല. ഒരു കറുത്ത പൂച്ച വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വിലങ്ങ് ചാടിയാൽ ഒരു പേടിയുമില്ല. പൂച്ച ഒരു സാധാരണ നമുക്ക് പരിചയമുള്ള ജീവിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഓടുന്നതുമൊക്കെ അതിൻ്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മളുടെ ജീവിതം മുടക്കാനല്ല, വഴി മുടക്കാനല്ല, അതിനത് അറിയുക പോലുമില്ല. പക്ഷെ ആരോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് പൂച്ച കുറുകെ ചാടിയാൽ ഇങ്ങനെയൊക്കെ ലക്ഷണക്കേടാണ് എന്ന്. എത്ര ലക്ഷണക്കേടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ, എത്ര ഇനം ലക്ഷണക്കേടുകൾ, എന്തെല്ലാം ഭയങ്ങൾ. ഈ വിശ്വാസവുമായി നടക്കുന്ന ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടിയാൽ മതി, അയാൾക്ക് പിന്നെ പോകാൻ ധൈര്യമല്ല. വസ്വാസ്, മനസ്സിൽ പേടി. ആരെയാണ് പേടിക്കുന്നത്? എന്തോ കുരുത്തക്കേട് സംഭവിക്കാനിരിക്കുന്നു, എന്തോ അപകടം സംഭവിക്കാനിരിക്കുന്നു എന്ന ഭയമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഭയമില്ല, ഷിർക്ക് കലർന്ന ഭയമാണ്, ഷിർക്ക് കലർന്ന ഫലമാണ്. ആ ഭയത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ്. ആർക്കും ഒരു ഭയവും ആവശ്യമില്ല. നിർഭയനായിട്ട് നടക്കാം ഭൂമിയിൽ. അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാകണമെന്നേ ഉള്ളൂ.
നമ്മളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് പേടികളുണ്ട്, ഒരുപാട് പേടികളും വിശ്വാസങ്ങളുമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളെയാണ് ആളുകൾ പേടിക്കുന്നത്? നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ, ഒരു ശബ്ദമുണ്ടാകാൻ ഒരു കാരണമുണ്ടാകും, നമ്മൾക്കൊക്കെ അറിയാത്. അത് ജിന്നാണെന്ന് വിചാരിക്കേണ്ടതില്ല, ചെകുത്താനാണെന്ന് വിചാരിക്കേണ്ടതില്ല. അവരൊന്നും ഈ ശബ്ദം ഉണ്ടാക്കുന്നവരല്ല. നമ്മളുടെ അടുക്കൽ വന്നിട്ട് ശബ്ദം ഉണ്ടാകുന്നതിന് ഇവിടെ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടല്ലോ, ആ കാരണം അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ചിലപ്പോൾ കണ്ടില്ല, അനുഭവിച്ചില്ല എന്നറിയാം. പക്ഷെ ആ ശബ്ദത്തിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ അഭൗതികമായൊരു പേടി ആവശ്യമില്ല, ഒരു അഭൗതികമായ പേടി ആവശ്യമില്ല. ജിന്നും ചെകുത്താനും ഒന്നും ഒച്ച ഉണ്ടാക്കി പേടിപ്പിക്കാൻ വരുന്നവരല്ല. അവരുടെ ആരുടെയും പണിയല്ല ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കൽ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പോകുന്ന വഴിയിൽ നമ്മളെ കൈ പിടിച്ച് മറ്റൊരു വഴിയിലേക്ക് നടത്തുന്ന പണിയല്ല അവർക്കുള്ളത്. അവരുടെയൊക്കെ ജോലി മനസ്സിനകത്ത് കയറിക്കൂടി വസ്വാസ് ഉണ്ടാക്കി നമ്മളെ പല രീതിയിലേക്കും എത്തിക്കാൻ അവർക്ക് കഴിയും. ഒരു കൈ പിടിച്ച് കൊണ്ടുവന്നതിൽ അപ്പുറം എത്തിക്കാൻ അവർക്ക് മനസ്സിൽ സ്വാധീനിച്ച് സാധിക്കും. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഈ പുലരിയുടെ ഇവിടുത്തെ സൃഷ്ടികളുടെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. ആ കാവൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, രക്ഷ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ഊത്തും മന്ത്രവും ഏലസും ജപവും ഒക്കെയായി നടക്കുന്ന ആളുകൾ പറഞ്ഞ് പേടിച്ച് നമ്മൾ നടക്കേണ്ടതില്ല. നമുക്ക് സൂറത്തുൽ ഫലഖ് നമ്മൾക്കറിയുന്ന സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. ഇതിന് 4 കാര്യങ്ങൾ പറയുന്ന 3-4 കാര്യങ്ങൾ നോക്കും. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എന്താ പറയുന്നു നോക്ക് നിങ്ങൾ. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കണമെന്നാണ്. എന്താ കെട്ടുകളിൽ ഊതുന്ന ആളുകൾ ചെയ്യുന്ന ഉപദ്രവം? ഈ പറഞ്ഞത് തന്നെ ഇപ്പോൾ നടന്നത് അതാണ്. ഒരു ഉപദ്രവം അവർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് 3 കാര്യങ്ങളാണ് ഒരു കെട്ടുകളിൽ ഊതുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഊതുന്ന ഒരാളുണ്ടാകും. രണ്ടാമത് ഊത്തുണ്ടാവും, നഫസ് ഉണ്ടാവും. മൂന്നാമത് ഊതപ്പെടുന്ന ഒരു വസ്തു ഉണ്ടാവും. എന്താണോ ജപിച്ച് മന്ത്രിച്ചിടുന്നത്, കോഴിമുട്ടയാകാം, കരിക്കാകാം, വേറെ ഏതെങ്കിലും മന്ത്രച്ചരടുകളാവാം, ഇതിലേതെങ്കിലും ഒന്നാകാം. ഈ 3-1 ഏതെങ്കിലും ഒന്നിന് ഊതും. 3 വസ്തുക്കൾ. ഒന്ന് ഊതുന്ന ആള്, രണ്ടാമത് ഊത്ത്, മൂന്നാമത് ഊതപ്പെടുന്ന വസ്തു. ഈ ഊതപ്പെടുന്ന വസ്തു കോഴിമുട്ടയോ നാളികേരോ ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കോഴിമുട്ടയ്ക്ക് എന്താ ചെയ്യാൻ കഴിയും? അതെന്നെ ചെയ്യാൻ കഴിയുള്ളൂ, ഊതിയാലും ഇല്ലെങ്കിലും. ഒരു കരിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതന്നെ അതുകൊണ്ട് ഊതിയാലും ഇല്ലെങ്കിലും സാധിക്കൂ. പിന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന ആരാ? ഊതുന്ന ആളാണ്. നാഫിസ്, നഫാസ്, ഊതുന്നവൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. ആ ഊതുന്നവൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണിത്. ഈ ജപിച്ച് മന്ത്രിച്ച് ഊതുന്നവൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അയാൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ. ആ അന്ധവിശ്വാസത്തിലാണ് ആളുകൾ ഈ കൊടും ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും അന്ധവിശ്വാസം. ആളുകളെ കൊല്ലും, മക്കളെ കൊല്ലും, ഭാര്യനെ കൊല്ലും, ചെറിയ കുട്ടികളെ കൊല്ലും ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി. ബലിപീഠങ്ങളിൽ ബലിയിറക്കും. ഇങ്ങനെ എല്ലാ ചെയ്യുന്നതും ഈ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. ഇസ്ലാം ഈ മൂഢവിശ്വാസത്തിനെതിരാണ്. അതിൻ്റെ തത്വം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, പ്രകൃതി നിയമങ്ങൾക്കപ്പുറം വൈബിയായ രീതിയിൽ നമ്മൾ ഉപകാരം ചെയ്യാനോ ഉപദ്രവിക്കാനോ തടുക്കാനോ ഒക്കെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതൊരുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിൽക്കുന്ന ആളുകൾക്ക് വളരെ നിർഭയരായിക്കൊണ്ട് ഈ ഭൂമിയിൽ നടക്കാം. ഒരു ഉപദ്രവവും ആരുടേതും പേടിക്കേണ്ടില്ല. ഇവരുടെ ഒരു കൂടോത്രവും നമ്മൾക്ക് ആർക്കും ഏൽക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ കാവലിലാണ് നമ്മൾ നടക്കുന്നത്. ആ ഒരു കാര്യം, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആ പ്രത്യേകമായ വിശ്വാസവും അത് നൽകുന്ന നിർഭയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഓർക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള ഹൂദ് നബി അലൈഹി ഇസ്ലാം അത്ര പഴക്കമുള്ളൊരു സംഭവമാണ്. അദ്ദേഹം ജനങ്ങളെ നല്ല ശുദ്ധ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഷിർക്കില്ലാത്ത, ഈ കൂടോത്രവും ഏർപ്പാടൊന്നുമില്ലാത്ത ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. ആ ആളുകൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമയോട് പറഞ്ഞൊരു വാക്ക് ഖുർആൻ ഉദ്ധരിക്കുന്നു. നോക്കുക, ഇന്നഖൂൽ ഇല്ലഴുത്തറാക്ക ബഅദു ആലിഹത്തിനാ ബിസ്സൂഇൻ. ഹൂദേ, നീ ഈ രീതിയിലൊക്കെ ഞങ്ങളെ ദൈവങ്ങളൊക്കെ ഇങ്ങനെ തള്ളി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പറ്റാത്ത പലതും നീ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഏതോ ദൈവകോപം, ബാധ നിനക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ്. നിനക്ക് എന്തോ കുരുത്തക്കേടും കൂടോത്രമൊക്കെ പറ്റിയിട്ടുണ്ട്. നിനക്ക് ഏതോ ബാധ നിനക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് അവർ ഹൂദ് നബി അലൈഹി ഇസ്ലാമെ വിമർശിച്ചു. നമ്മളെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ഷിർക്ക് കലർന്ന നാട്ടിൽ പോയിട്ട് നിങ്ങൾ തൗഹീദം നേർക്കേറെ പറഞ്ഞു നോക്കൂ, നല്ല നിലക്ക് ഉപദേശിച്ചു നോക്കൂ. അവർ പറയും നല്ല മനുഷ്യനാണ്, പക്ഷെ എന്തോ പറ്റിയതാണ്. എന്തു പറ്റുന്നു? ഈ തരത്തിൽ ഏതോ ബാധ ഏറ്റതാണെന്ന് പേടിപ്പിക്കുകയാണ്. ഹൂദ് നബി അലൈഹി പറയുന്നു, നോക്കൂ, കാല ഇന്നി ഉഷ്ഹിദുല്ലാഹ് വഷ്ഹദു, ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കോളൂ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തോളൂ. അന്നി ബരീ മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ അവനിൽ പങ്കു ചേർക്കുന്നുണ്ടോ അവരിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ്. അതൊന്നും എനിക്ക് യാതൊരു ബന്ധം, നിങ്ങൾ ഈ ചേർക്കുന്ന പറയുന്ന ഈ ഔലിയ ബീവി തങ്ങൾ കൂടോത്രം മറ്റേതൊക്കെ, ഇതൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ മുക്തനാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എനിക്ക് എന്തോ പറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ. ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ, നിങ്ങൾ ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് എനിക്കതില്ലാ തന്ത്രമൊക്കെ ഇത് ഉപയോഗിച്ചോളൂ, എന്നെ നേരെ ചെയ്യിൻ. ഫകീദൂനി ജമീഅൻ, എൻ്റെ നേരെ നിങ്ങൾ ആ തന്ത്രക്കോട് വരട്ടെ. സുമ്മ ലാ തുൻദിറൂൻ, കാത്തിരിക്കേണ്ട, പിന്നീട് സംഭവിക്കുന്ന അതിലേക്ക് വരവ് വെക്കണ്ട. നിങ്ങൾ എന്താണോ ചെയ്യാനുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ട് എനിക്ക് ആ ഉപദ്രവം ഒന്ന് വരുത്തി തരും, ഞാനൊന്ന് കാണട്ടെ എന്നാ. നിങ്ങളങ്ങനെ എനിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്, അതാ വരട്ടെ ഇപ്പോൾ തന്നെ. ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ, ഇപ്പോൾ ചെയ്തുകൊണ്ട് കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഉപദ്രവം എനിക്ക് ഏൽപ്പിച്ച് കാണിച്ചു തരൂ എന്ന് ഒരു പ്രവാചകൻ, ഒരു നബി പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ, അതിന് കാരണം, ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇന്നീ തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബുക്കും, ഞാൻ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവുണ്ടല്ലോ, റബ്ബ്, പ്രപഞ്ചനാഥൻ, നിയന്താവ്, അവനെ തവക്കുൽ ചെയ്ത ജീവിക്കുന്നത്, അവനെ അർപ്പിച്ച ഞാൻ ജീവിക്കുന്നത്. എന്താ അവനെ അർപ്പിക്കുന്നതിൻ്റെ അർത്ഥം? മാ മിൻ ദാബത്തിൻ ഇല്ലാ ആഖിദുൻ ബിനാസിയതിഹാ, നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ ജന്തുക്കളും ജീവികളും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ നാസിയത്ത്, മൂർധാവ് അവൻ്റെ കയ്യിലാണുള്ളത്, അവൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അവനെ വിശ്വസിച്ച് അവനെ തവക്കുലാക്കിയാണ് ഞാൻ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ആ സൃഷ്ടികളെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ടെന്ന ഒരു പേടി, വളരെ യുക്തിസഹമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. നിങ്ങൾ എന്തിനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുവോ അതിൻ്റെ ഒക്കെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന സർവശക്തനായ റബ്ബിനെ ഭയന്നും വിശ്വസിച്ചും തവക്കുലുമാക്കി ജീവിക്കുന്ന എന്നെ നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കുമെന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേർരേഖയിലാണുള്ളത്. ആ റബ്ബിനെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ. ഇതൊരു വിശ്വാസമാണ്, തവക്കുലാണ്. നിർഭയമായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നവരാണ് ശരിയായ തൗഹീദുള്ള ആളുകൾ. അതിൽ നിന്ന് ചെറിയൊരു ചാഞ്ചാട്ടമോ ചലനമോ സംഭവിച്ചാൽ പോലും നമ്മളുടെ നിർഭയത്വം നഷ്ടപ്പെടും. ഏത് അനക്കവും ഏത് ചലനവും എല്ലാം പേടിയാണ്, ഭയമാണ്. ഏതോ തരത്തിൽ നമ്മളെ ബാധിക്കുമതോ, ഏത് തരത്തിലും ബാധിക്കില്ല. നമ്മൾക്കറിയാവുന്ന കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ള എല്ലാം എല്ലാവർക്കും ബാധിക്കും. അതല്ലാതെ മറഞ്ഞ വഴിക്കൊരു ഉപകാര ഉപദ്രവം ചെയ്യാൻ ഈ ഒരു കൂടോത്രക്കാർക്കും സാധിക്കില്ല, ഒന്നും ചെയ്യില്ല. നാൽക്കവലകളിൽ ഒരു കോഴിമുട്ടയുടെ പുറത്ത്
കള്ളിയും കളവും വരച്ച് അറബി അക്ഷരങ്ങൾ നേരെയും തലകീഴായിട്ടും എഴുതി ചിത്രങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി നാൽക്കവറിൽ കൊണ്ടുപോയി വെച്ചാൽ അത് അറിയുകയോ അറിയാത്തയോ ചെയ്യുന്ന ഒരാൾക്ക് അതിൽ നിന്നൊരു ഉപദ്രവം ഏൽക്കില്ല. അതറിയാതെ നടക്കുന്നവൻ അറിയാതെ നടക്കും. അറിഞ്ഞവൻ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ അങ്ങനെ കണ്ടു നടക്കും. വിശ്വസിച്ച് നടക്കുന്നവർക്ക് ആശങ്കയും ഭയവും ഉണ്ടാകും. ഇതാ വെച്ചിരിക്കുന്നു, അവിടെ കണ്ടു, കോഴിമുട്ട കണ്ടു, കരിക്ക് കണ്ടു, അത് കണ്ടു, നാക്കില കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടും. അല്ലാത്ത ആളുകൾക്ക് എന്ത് ഭയമാണ്? ഒരു ഭയവുമില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വിശ്വാസം. ആ വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകണം നമ്മൾ. ഒരു ചാഞ്ചല്യവുമില്ലാത്ത ഒരു വിശ്വാസം, അത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ നിർഭയരായിട്ട് ജീവിക്കാൻ കഴിയും. നല്ല നിർഭയത്വം ഉണ്ടാകും. ആ നിർഭയത്വമാണ് അമ്ന്, നിർഭയത്വം, ഈമാൻ നിർഭയത്വമുള്ള വിശ്വാസം എന്നാണ്. ആ വിശ്വാസമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ പ്രസക്തിയും ഗൗരവമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീൻ, തൗഹീദുള്ള നല്ല മുവഹിദുകളായി ജീവിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. പലതരത്തിലുള്ള മൂഢവിശ്വാസങ്ങളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ വരെ നിലനിൽക്കുന്നതും നടക്കുന്നതുമൊക്കെ. അതിൽ നിന്നൊക്കെ യഥാർത്ഥ തൗഹീദ് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്